എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോട്ടിംഗ് ദിവസത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ വോട്ടെണ്ണാൻ ഭയങ്കര ഗ്യാപ്പാണ്. മെയ് 4 വരെ കാത്തിരിക്കണം. മെയ് 4 എന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. 14 വർഷം മുമ്പുള്ള ഒരു മെയ് 4-നാണ് TP ചന്ദ്രശേഖരൻ എന്ന സഖാവിനെ കൊട്ടേഷൻ സഖാക്കൾ വെട്ടി മുഖം വികൃതമാക്കി കൊന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുലംകുത്തി അങ്ങനെ തീർന്നു. അപ്പോൾ ആ കുലംകുത്തിയും ഒരു പക്ഷേ കാത്തിരിക്കുന്നത് ഈ മെയ് 4 തന്നെയായിരിക്കും. ഏതു കുലംകുത്തിക്കും വരും സഖാവേ ഒരു ദിവസം എന്ന് പറയില്ലേ. വരാൻ പോകുന്നത് ഒരു കുലംകുത്തിയുടെ ദിനമല്ല, ഒരുപാട് കുലംകുത്തികളുടെ ദിനമാണ്. TP ചന്ദ്രശേഖരൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളും മെയ് 4-ന് ആ റിസൾട്ട് തന്നെയാണ് കാത്തിരിക്കുന്നുണ്ടാവുക. എന്തു പറഞ്ഞാണ് ആ പാവങ്ങളെ അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പിണറായി വിജയൻ MV രാഘവൻ്റെ മുന്നിലേക്ക് പറഞ്ഞയച്ചത്? സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് പരിയാരത്തെ മെഡിക്കൽ കോളേജിനെ MV രാഘവൻ ഒരു സ്വാശ്രയ കോളേജാക്കി മാറ്റാൻ പോവുകയാണ് എന്ന നുണ പറഞ്ഞാണ് ഈ പിള്ളേരെ മുഴുവൻ രാഘവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. MV രാഘവനെ ആക്രമിച്ച അയാൾ കൊല്ലും അല്ലെങ്കിൽ അയാൾ കൊല്ലിക്കും എന്ന് അറിയാത്ത ആളല്ല ശ്രീ പിണറായി വിജയൻ. കാരണം എത്ര നാൾ കൂടെ നടന്നതാണ്, കൂടെ കിടന്നവനാണല്ലോ രാപ്പനി അറിയുക. പാർട്ടിക്ക് രക്തസാക്ഷികളെ ആവശ്യമുണ്ടായിരുന്നു സഖാവേ. KK രാജീവൻ, മധു, ഷിബുലാൽ, ബാബു, റോഷൻ, പിന്നെ വെടികൊണ്ട് ശരീരം മുഴുവൻ തളർന്നു പോയ ഈ അടുത്ത് മരിച്ച പുഷ്പൻ. പിന്നീട് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ആ യുവാക്കൾ ജീവത്യാഗം ചെയ്യുന്നത് എന്ന കാര്യം പോലും മറന്ന് പുഷ്പൻ തളർന്നു കിടക്കുന്ന വീടിൻ്റെ മുന്നിലൂടെയാണ് പിണറായി വിജയൻ സ്വന്തം മോളെയും കൊണ്ട് അമൃത കോളേജിലേക്ക്, കോയമ്പത്തൂരിലെ എട്ടിമടയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയത്. ഒരു ഉളുപ്പമില്ലാതെ സ്വന്തം മോളെ കോയമ്പത്തൂരിലെ അമൃതാനന്ദമയുടെ കോളേജിൽ, പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലെ കോളേജിൽ അദ്ദേഹം ചേർത്തു. ആ സമയത്തും DYFIയും പാർട്ടിയും അതുപോലെ തന്നെ SFIയും സ്വകാര്യ കോളേജുകൾക്കെതിരെ പടപൊരുതുകയായിരുന്നു. പക്ഷേ പിണറായിയുടെ മുദ്രാവാക്യം എന്നും സ്വന്തം കാര്യം സിന്ദാബാദ് എന്നായിരുന്നു. ഒരു കാലത്തും പാർട്ടിക്ക് വിധേയനായ ഒരു പിണറായി വിജയനെ നമ്മൾ കാണുന്നില്ല. അദ്ദേഹം സ്വഭാവം മാറ്റിയതായും നമുക്ക് അറിയില്ല. പക്ഷെ പാർട്ടിക്കാർ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവരുടെയൊക്കെ സ്വഭാവം മാറ്റേണ്ടി വന്നു. അവർ വിധേയരായി മാറി. എല്ലാവരും ഇന്ന് ഏകദേശം ഭക്തർ എന്ന അല്ലെങ്കിൽ ഭക്തസമാനർ ആണ്. അദ്ദേഹമാണെങ്കിൽ ഫ്ലക്സിൽ കയറിയ ദൈവവുമാണ്. എന്നാൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയൻ അവരെ വഞ്ചിച്ച ഒരു നേതാവായിരിക്കും. അങ്ങനെ ഒരു വഞ്ചന അന്ന് നടന്നില്ലായിരുന്നെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ മക്കളെ പോലെ ആ രക്തസാക്ഷികളും മക്കളും കുഞ്ഞുമക്കളുമായി ഇന്ന് ജീവിച്ചിരുന്നേനെ. അതുകൊണ്ട് അവരും കാത്തിരിക്കുന്നത് തീർച്ചയായും മെയ് 4 പുലരാൻ തന്നെയായിരിക്കും. പയ്യന്നൂരിലെ ധൻരാജ് എന്ന രക്തസാക്ഷി, അവനും കാത്തിരിക്കുന്നത് മെയ് 4 തന്നെയല്ലേ. ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച പണം അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മനുഷ്യത്വഹീനമായ പ്രവൃത്തിയാണ്. എന്നിട്ട് അങ്ങനെ ചെയ്ത കക്ഷിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ധൻരാജും കാത്തിരിക്കുന്നു മെയ് 4 തന്നെയായിരിക്കും. ഒരു സംശയവും അതിൻ്റെ ആവശ്യമില്ല. ഇതേ പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കില്ലേ വട്ടവടയിലെ അഭിമന്യുവും? ഇരുട്ടിൻ്റെ മറവിൽ STPക്കാർ കൊന്നുകളഞ്ഞ ആ വിദ്യാർത്ഥി അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ മൃതശരീരം കൊണ്ടു ചെന്നപ്പോൾ നമ്മൾ കണ്ടു, അവൻ്റെ അമ്മ അലമുറയിട്ട് കരയുന്നത് കണ്ടു. ഞാൻ പെറ്റ മകനെ എന്നുള്ള ആ നിലവിളി നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നാൽ 4 വോട്ടിനു വേണ്ടി എന്ത് രാഷ്ട്രീയ ചെറ്റത്തരവും കാണിക്കുന്ന, എൻ്റെ ഭാഷയല്ല, അവൻ്റെ പ്രസ്ഥാനം ഇന്ന് SDPAയുമായി സഖ്യം ചെയ്തിരിക്കുകയാണ്. അവനിത് സഹിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ അവൻ്റെ ആദർശമുള്ള ആളുകൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? അവരും കാത്തിരിക്കുന്നത് ഈ മെയ് 4 തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇതേ പ്രതീക്ഷയിൽ ആന്തൂർ സാജൻ, ഇവിടെ തളിപ്പറമ്പിലെ ഒരു നഗരസഭ ഭരിച്ചിരുന്ന PK ശ്യാമളയാണ് ആന്തൂർ സാജനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് അവരുടെ കുടുംബം ആരോപിക്കുന്നു. അതിൻ്റെ പേരിൽ അന്വേഷണങ്ങൾ നടന്നതാണ് എന്ന് നമുക്കറിയാം. ആത്മഹത്യ ചെയ്ത ഒരു കുടുംബത്തിൻ്റെ വേദന എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. എന്നാൽ CPM നേതാക്കൾക്ക് അത് പിടികിട്ടില്ല. കാരണം
അവരുടെ തലയിൽ ആ സിസ്റ്റം ഇല്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പൂട്ടിയടച്ചു, പ്രത്യയശാസ്ത്രം കൊണ്ട് അവർ പൂട്ടിയടച്ചു. മറ്റുള്ളവരുടെ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് എന്ന ഒരു സംഭവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ ഫീലിംഗ് മനസ്സിലാവുന്നത്. ഇതിനെ എമ്പതി എന്ന് പറയും, സഹാനുഭൂതി എന്ന് മലയാളത്തിൽ പറയും. ഇത് ഓൾമോസ്റ്റ് എല്ലാവരിലും എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ഗുണമാണ്. എന്നാൽ ഡാർക്ക് ട്രയാഡ് എന്നൊരു മാനസിക രോഗം ബാധിച്ച ആളുകൾക്ക് ഇതുണ്ടാവില്ല. എമ്പതി ഓൾറെഡി ഉള്ള ആളുകൾ തന്നെ പതിവായുള്ള പ്രത്യയശാസ്ത്ര പരിശീലനങ്ങൾ കൊണ്ട് ആ എമ്പതി ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ പ്രത്യയശാസ്ത്രങ്ങൾ പരിശീലിച്ച് ഡെയിലി പരിശീലിച്ച് തങ്ങളുടെ സഹാനുഭൂതി മൊത്തെടുത്ത് കളഞ്ഞുള്ള ആളുകളാണ് CPM-ൻ്റെ നേതാക്കളായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ CPM-ൻ്റെ നേതാക്കളെ പറ്റിയാണ് ഞാൻ പറയുന്നത്, CPM-ൻ്റെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പറ്റിയല്ല. ഈ എമ്പതിയില്ലാത്ത മനുഷ്യർ ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർ സൈക്കോപാത്തുകളെ പോലെയാണ്. അവർ ഇരകളെ പിന്തുടർന്ന് വേട്ടയാടും. കാരണം ഇരകളുടെ വേദനയിലാണ് അവർക്ക് ലഹരി. PK ശ്യാമളയുടെ പാർട്ടി, അതുപോലെ അവിടുത്തെ സിസ്റ്റം എന്താണ് ആന്തൂർ സാജനെതിരെ ചെയ്തത്? അവർ സാജൻ്റെ ഭാര്യയെ പിന്തുടർന്ന് വേട്ടയാടി. 2019 ജൂലൈ 12 ദേശാഭിമാനി പത്രത്തിൽ കൃത്യമായും ഇങ്ങനെ ഒരു വാർത്ത വന്നു. ആന്തൂരിലെ സത്യം ഫോണിൽ തെളിയുന്നു. ആ വാർത്തയിൽ പറയുന്നത് എന്തായിരുന്നു? നാട്ടുകാരെ, ഇവിടുത്തെ ബൂർഷാ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ 18 കോടി ചെലവ് ചെയ്ത കൺവെൻഷൻ സെൻറ്റർ പ്രവർത്തിക്കാൻ അനുമതി കിട്ടാത്തത് കൊണ്ടല്ല ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തത്. മറിച്ച് സാജൻ്റെ വീട്ടിലുള്ള ആളുടെ ഫോൺ വിളി മൂലമാണ്. സാജന് 3 സിം കാർഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഉപയോഗിച്ചിരുന്നത് അദ്ദേഹമല്ല, വീട്ടിലുള്ള ഈ ആളാണ്. രാത്രിയും പകലുമില്ലാതെയുള്ള ഈ ഫോണിലൂടെയുള്ള സൊറപറിച്ചിൽ കണ്ടിട്ട് സഹിക്കെട്ടാണ് ഈ ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തത് എന്നൊരു പത്രം എഴുതുകയാണ്. ഇതാണ് എമ്പതി ഇല്ലാത്ത സൈക്കോ ജേർണലിസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥ. TP ചന്ദ്രശേഖരൻ്റെ കൊല കഴിഞ്ഞപ്പോഴും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായതായി നമ്മൾ കണ്ടു. CPM-ൻ്റെ തന്നെ ഒരു ചാനൽ, ആ ചാനലിൻ്റെ പേര് കൈരളി പീപ്പിൾ, അന്ന് എഴുതി കാണിച്ചത് മുസ്ലിങ്ങളാണ് കൊലപാതകികൾ എന്നാണ്. മാഷ അള്ള നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചന്ദ്രശേഖരനെ കൊല്ലാൻ കൊണ്ടുവന്ന ഇന്നോവ കാറിൽ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളാണ് കൊലപാതകികൾ. ഹിന്ദുവായ ചന്ദ്രശേഖരനെ മുസ്ലിം തീവ്രവാദികൾ കൊന്നിരിക്കുന്നു. ഒഞ്ചിയത്ത് ഞങ്ങൾ ഒരു ചെറിയ വർഗീയ കലാപം പ്രതീക്ഷിക്കുന്നു എന്നതാണ്. എമ്പതിയില്ലായ്മയുടെ, സഹാനുഭൂതിയില്ലായ്മയുടെ, സൈക്കോപാത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. 2006 നടന്ന ഫസൽ വധക്കേസിലും ഇതേ പണി ഈ കൊട്ടേഷൻ സംഘം കാണിച്ചിരുന്നു. ഫസലിനെ കൊന്നതിന് ശേഷം അവൻ്റെ രക്തം പുരണ്ട വസ്ത്രമെടുത്ത് RSS കാര്യവാഹിൻ്റെ വീടിന് മുമ്പിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഫസൽ NDF-കാരനാണ്, അതുകൊണ്ട് RS-കാരൻ കൊന്നു, ഒരു വർഗീയ കലാപം ഉണ്ടാക്കി തരണം. ഈ ഹീനകൃത്യം ചെയ്ത ആളും ഇന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എമ്പതിയില്ലായ്മ, സഹാനുഭൂതിയില്ലായ്മ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. നമുക്ക് വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയെ നോക്കാം. സ്വന്തം മക്കളുടെ പ്രായമുള്ള കുട്ടികളെയാണ് അവർ നുണ പറഞ്ഞ് ജയിലിലാക്കിയത്. കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് നുണ പറയുകയാണ്. ഇത്തരം എമ്പതിയില്ലാത്ത ഡാർക്ക് ട്രയാഡ് നേതാക്കളെയാണ് CPM സ്ഥാനാർത്ഥി ലിസ്റ്റുകളിൽ അണിനിരത്തി മത്സരിപ്പിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? പാർട്ടി മൊത്തം ഇത്തരം സൈക്കോകളുടെ പിടിയിലായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധാ സ്പോർട്സ് അല്ല, ഒരു സാധാ മത്സരമല്ല. സഹാനുഭൂതിയില്ലാത്ത മനുഷ്യരും മനുഷ്യപ്പറ്റുള്ള മനുഷ്യരും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഇവിടെ നമുക്ക് ജയിച്ചു വരേണ്ടത് കുറേ കൂടി മനുഷ്യപ്പറ്റുള്ള സോഫ്റ്റായ ആളുകളാണ്. CP ജോണിനെ പോലെ, VT ബലറാമിനെ പോലെ, അതുപോലെ മാത്യു കുഴൽനാടനെ പോലെ, K കുഞ്ഞികൃഷ്ണനെ പോലെ, രമേഷ് പിഷാരടിയെ പോലെ, അല്ലെങ്കിൽ TK ഗോവിന്ദനെ പോലെ, KK രമയെ പോലെ, M ലിജുവിനെ പോലെ, പഴകുളം മധുവിനെ പോലെ ഉള്ള കരയാനും വേദനിക്കാനും അറിയുന്ന മനുഷ്യർ ഇവിടെ ജയിച്ചു വരണം. അല്ലെങ്കിൽ സൈക്കോപാത്തുകൾ നിയന്ത്രിക്കുന്ന ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റായി കേരളം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ LDF പരാജയപ്പെടുക എന്ന് പറയുന്നത് ഈ LDF-ലെ സാധാരണ പ്രവർത്തകർക്കും നല്ലതാണ്.
കാരണം ആ പാർട്ടിയിൽ ഇനിയും മനുഷ്യത്വമുള്ളവരുണ്ട്. അവർക്ക് ഇതൊരു ചാൻസാണ് എന്ന് തന്നെ പറയാം. അവരുടെ പാർട്ടികളുടെ നേതൃത്വം കൈയടക്കി വച്ചിരിക്കുന്ന സൈക്കോകളെ മുഴുവൻ നേതൃത്വത്തിൽ നിന്നും ഓടിച്ചുകൊണ്ട് പാർട്ടിയെ ആ പാർട്ടികളെ മൊത്തം നല്ലൊരു ജനാധിപത്യ പ്രസ്ഥാനമാക്കി മാറ്റാൻ അവർക്ക് ഒരു അവസരം കിട്ടും ഈ തോൽവി ഉണ്ടായാൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് LDF നല്ലവരായ വോട്ടർമാർ കൂടി UDF വോട്ട് ചെയ്യണം എന്നാണ്. കാരണം ബംഗാളിലെ പോലെ തീരെ ഇല്ലാതാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്നതിന് മുമ്പ് ഈ കാറ്റിൻ്റെ ദിശ കൃത്യമായി മനസ്സിലാക്കുകയാണ് നല്ലത്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ഉള്ളിൽ കോൺഗ്രസ്സായി നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിലർക്ക് തോന്നിയേക്കാം. വാസ്തവത്തിൽ അതല്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ അതും കേഡർ പാർട്ടി അല്ല എന്നുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരെ പോയി വേണമെങ്കിൽ കോൺഗ്രസ്സുകാരനാവുകയും ചെയ്യാം. പക്ഷെ ഞാൻ സ്വന്തമായും സ്വതന്ത്രമായും ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരു പാർട്ടിയുടെ ഭാഗമായി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാ വൃത്തികേടുകളെയും നമ്മൾ ന്യായീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു പാർട്ടിയുടെയും ഭാഗമായി പ്രവർത്തിക്കാത്തത്. ഇപ്പോൾ നോക്കൂ, ഒരു പ്രശ്നവുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, രാജീവ് ഗാന്ധി എന്നൊരു രാഷ്ട്രീയം അറിയാത്ത ഒരു മന്ദബുദ്ധി ഇവിടെ കുറച്ച് നാൾ ഭരിച്ചിരുന്നത് കൊണ്ടാണ് ഇവിടെ BJP വളർന്നതെന്ന്. പുള്ളി ദൂരദർശനിലൂടെ രാമായണം സീരിയൽ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തു. ഷബാനു കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ അഭിപ്രായം സ്വതന്ത്രമായി പറയണമെങ്കിൽ ഒരു പാർട്ടിയിൽ ഉറച്ചു നിന്നാൽ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നത്. വിമർശിക്കാനുള്ള അത്ര ഉപദ്രവങ്ങൾ അവർ ചെയ്ത് കൂട്ടിയത് കൊണ്ടാണ്, കഴിഞ്ഞ 10 വർഷം അവർ ചെയ്തത് കൊണ്ടാണ് വിമർശിക്കുന്നത്. ചിലർ പറയുന്നത് LDF പോയി UDF വന്നാൽ എന്താണ്, അവരെന്തോ ഇവിടെ സ്വർഗമാക്കുമോ എന്നൊക്കെ ചോദിക്കും. അവരിതുപോലെയുള്ള തെറ്റുകൾ ചെയ്താലോ എന്ന് അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താണ് കുഴപ്പം? കമ്മ്യൂണിസ്റ്റുകൾ അപ്പോൾ പ്രതിപക്ഷത്തുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള പൊതുസമൂഹം ഇവിടെ ഉണ്ടല്ലോ. എന്തായാലും പ്രതിപക്ഷത്തെ തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ ഗില്ലറ്റിൻ ചെയ്തു എന്ന് അർത്ഥമില്ല. അവർ പ്രതിപക്ഷത്തുണ്ട്. അവരോടൊപ്പം ചേരാൻ ഇതുപോലെ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് ഞങ്ങളുമുണ്ട്. UDF വൃത്തികേടുകൾ ചെയ്താൽ, ഇതുപോലുള്ള വൃത്തികേടുകൾ ആവർത്തിച്ചാൽ ഇതിനേക്കാൾ ശക്തമായി ഇതിനെ വിമർശിക്കാൻ ഞങ്ങളെപ്പോലുള്ള ആളുകളും അവർക്കൊപ്പം ഉണ്ട്. ഞാൻ മാത്രമല്ല ഈ പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പേർ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേർ ഈ ഭരണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ശാസ്ത്രപ്രചാരകനായ വൈശാഖൻ തമ്പി തൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട് പറഞ്ഞു, കോൺഗ്രസ്സുകാരെ അങ്ങനെ എളുപ്പം മനസ്സിലാവില്ല, അവർ കോൺഗ്രസ്സുകാരാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇലക്ഷൻ വരണം. അപ്പോൾ ആ പോസ്റ്റിൻ്റെ അടിയിൽ കുറേ ആളുകൾ വന്ന് കമൻ്റ് എഴുതി, കോൺഗ്രസ്സുകാർക്ക് 365 ദിവസം രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന പണിയില്ല, അതുകൊണ്ടാണ് അവർ ഇലക്ഷൻ കാലത്ത് മാത്രം പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അദ്ദേഹം ആ കമൻറ്റിനെ വളരെ, കാരണം ഒരു കമൻ്റല്ല പല കമൻറ്റുകളും ഈ സെൻസിൽ ഉള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ കമൻറ്റുകളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് അതിന് മറുപടി, അതിന് പ്രതികരണം എന്ന നിലയിൽ വലിയ ഒരു പോസ്റ്റ് എഴുതി. അദ്ദേഹം ആ പോസ്റ്റ് എഴുതുന്നത് എന്താണ് രാഷ്ട്രീയം, എന്താണ് അരാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ് രാഷ്ട്രീയം എന്നാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളെ ഇല്ല എന്നാണ്. നമ്മൾ പറയുന്ന പല സിമ്പിൾ കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലരും വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുന്നതോ അല്ലെങ്കിൽ ഒരു കൊടിയുടെ കീഴിൽ അണിനിരക്കുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ ആണ് രാഷ്ട്രീയം എന്നാണ്. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനുഷ്യർ കൂട്ടമായി എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യർ കൂട്ടമായി ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയ, അതാണ് രാഷ്ട്രീയം. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും. ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാണ്, ഇതൊക്കെ അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം നിങ്ങൾ ഒരു വലതുപക്ഷക്കാരനാണ്. ഒരു വലതുപക്ഷ അഭിപ്രായമുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരാളെ എതിർത്തിട്ട് പറയാണ്, എന്തായാലും നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ടല്ലോ, അതല്ല, പൊതുമേഖലയെ കൂടി നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് വേറൊരു രാഷ്ട്രീയമുണ്ടെന്നർത്ഥം. അയാൾ ഒരു ലെഫ്റ്റ് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കാരണം നമ്മളുടെ ജീവിതത്തിൽ മൊത്തം നമ്മൾ ഇത്തരം പ്രക്രിയകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ മാത്രമല്ല രാഷ്ട്രീയം. ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടി വരുമ്പോഴൊക്കെ നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നുണ്ട്. പക്ഷേ നിങ്ങളത്
അറിയുന്നില്ല എന്ന് മാത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന തമ്പി 10 വർഷമായി ഈ മുഖ്യമന്ത്രിയുടെയോ ഈ ഗവൺമെൻറ്റിൻ്റെയോ നയങ്ങൾക്കെതിരെ ഒരക്ഷരം എഴുതിയിട്ടില്ല. അത് അദ്ദേഹം മാത്രമെന്നല്ല കേട്ടോ, പുള്ളിയെ പോലുള്ള ഒരുപാട് ബുദ്ധിജീവികൾ ഈ പിണറായി വിജയനെതിരെ ഒരു വരി പോലും എഴുതിയതായിട്ട് നമ്മൾ കാണാറില്ല. മുരളി തുമ്മാരുകൂടിയുണ്ട്, അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങരയുണ്ട്, രവിചന്ദ്രനുണ്ട്, ബെന്യാമിനുണ്ട്, സുനിൽ പി ഇളയിടമുണ്ട്, TS ശ്യാംകുമാറുണ്ട്. ആരും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു വിമർശനവും 4 വരി എഴുതുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഏകാധിപത്യത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച് അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്നവർക്ക് ഏകാധിപത്യം ഫീൽ ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവരോട് ഈ ഏകാധിപത്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ ഏത് ഏകാധിപത്യം, എന്താ ഏകാധിപത്യം എന്ന്. പക്ഷേ ഇവരൊക്കെ, ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ അങ്ങനത്തെ ആളുകളായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഒരുപക്ഷെ പിണറായി വിജയന് ഇതുവരെ ഒരിക്കലും തെറ്റ് പറ്റാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം തെറ്റാവരം കിട്ടിയ ഒരാളാണെങ്കിലോ. ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ജവഹർലാൽ നെഹ്റു 12 വർഷം, അദ്ദേഹം 10 വർഷമാണെങ്കിൽ ജവഹർലാൽ നെഹ്റു 12 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ആളാണ്. അദ്ദേഹം ഏറ്റവും മികച്ച ജനാധിപത്യവാദിയായിരുന്നു എന്നും ലോക പ്രശസ്തനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് ഈ 12 വർഷക്കാലത്തിനുള്ളിൽ അദ്ദേഹത്തെ എടുത്തിട്ട് അലക്കായിരുന്നു ഇവിടുത്തെ ഇന്ത്യയിലെ ബുദ്ധിജീവികൾ. നോബൽ സമ്മാന ജേതാവായിരുന്ന ഡോക്ടർ CV രാമനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം നെഹ്റുവിനെ പറ്റിയും നെഹ്റുവിൻ്റെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയും അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിൻ്റെ പരീക്ഷണശാലകൾ ശാസ്ത്രത്തിൻ്റെ സെമിത്തേരികളാണ് എന്നാണ് പറഞ്ഞത്. ആരെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഒരു പട്ടിണി രാജ്യമായിരുന്ന ഇന്ത്യയെ ആ പട്ടിണി പരിഗണിക്കാതെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറേ പരീക്ഷണശാലകൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. അത് ബ്യൂറോക്രാറ്റുകളാണ് നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ പേരിലാണ് അന്ന് ഡോക്ടർ CV രാമൻ പറഞ്ഞത് ഈ ലാബറട്ടറികൾ മുഴുവൻ ശാസ്ത്രത്തിൻ്റെ സെമിത്തേരികളാണ് എന്ന് പറഞ്ഞ് നെഹ്റുവിനെ വിമർശിച്ചത്. എന്താണ് ഡോക്ടർ CV രാമൻ വിമർശിക്കാൻ കാരണം? വിമർശിക്കാൻ ഭയക്കേണ്ടതില്ല. ഒരു മൈദ സഖാവും വന്ന് തെറി വിളിക്കില്ല. അതുപോലെ ലോകപ്രശസ്ത എന്താ പറയുക ചരിത്രകാരനായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേറെ പ്രശസ്തിയുള്ള ചരിത്രകാരനായിരുന്നു DD കോസാംബി. അദ്ദേഹം എന്താണ് നെഹ്റുവിനോടുള്ള സമീപനമായിരുന്നു, നിരന്തര വിമർശനങ്ങളായിരുന്നു. നെഹ്റുവിൻ്റെ ടെക്നോളജിയൊക്കെ അടപടലം ഇട്ട് വിമർശിക്കുകയായിരുന്നു. വെറും കോപ്പി പേസ്റ്റാണ് നിങ്ങളുടെ ടെക്നോളജി എന്ന് പറയുന്നത്. വെറും ഇത് യൂറോപ്പിൽ നിന്നുള്ള കോപ്പി പേസ്റ്റാണ്. ഇവിടെ തനതായ ടെക്നോളജി അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരണം എന്നൊക്കെയുള്ള ബദൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അട്ടപ്പടലം വിമർശിക്കുകയായിരുന്നു കോസാംബി. എന്തുകൊണ്ടാണ് ഈ കോസാംബി വിമർശിക്കാൻ കാരണം? വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മൈദ സഖാവും വന്ന് നിങ്ങളെ തെറി വിളിക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരാളുണ്ട്, ആർട്ടിസ്റ്റ് ശങ്കർ. ഈ ശങ്കറിൻ്റെ ഡെയിലി പണി ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണലായ ദേശീയമായുള്ള വിഷയങ്ങളെ മുൻനിർത്തി കാർട്ടൂണുകൾ വരച്ച് കൊല വിളിക്കുകയായിരുന്നു. എന്താണ് ഈ പുള്ളി അത് ചെയ്യാൻ കാരണം? ഭയമില്ല. നെഹ്റുവിനെ വിമർശിക്കാൻ ഭയമില്ല എന്ന് മാത്രമല്ല, ഈ ശങ്കറിനോട് നെഹ്റു പറഞ്ഞത് ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്നാണ്. എന്നെ ഒഴിവാക്കരുത്, എന്നെ നിങ്ങൾ വിമർശനത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ, എന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരുന്നാൽ ഞാനൊരു ഏകാധിപതിയായി മാറും എന്ന് പറഞ്ഞ വ്യക്തിയാണ് നെഹ്റു. അപ്പോൾ ആരെയും ഭയപ്പെടുത്തുന്ന നേതാവല്ലാത്തത് കൊണ്ട് വിമർശനങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഒരു കാലയുടെ പേര് കൂടി നമുക്ക് പറയാം. അന്ന് വളരെ ചെറുപ്പമായിരുന്നു OV വിജയൻ. അദ്ദേഹം കാർട്ടൂൺ വരച്ച് നടക്കുന്ന കാലമായിരുന്നു. നെഹ്റുവിനെ എത്ര കണ്ടാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. ഇവർ മാത്രമല്ല, നിരാദ് സി ചൗധരി, RK ലക്ഷ്മൺ, മഖ്ദൂം മൊഹീദ്ദീൻ, ഫൈസ് അഹമ്മദ് ഫയസ്, സാഹിർ ലുധിയാൻവി, VS നൈപാൽ. ഒരു വലിയ ലിസ്റ്റ് തന്നെ. മൊത്തമായും ചില്ലറയായും നെഹ്റുവിനെ വിമർശിച്ചതിൻ്റെ ഒരു ചരിത്രം തന്നെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ 10 വർഷം ഭരിച്ച പിണറായി വിജയനെതിരെ മാത്രം ഒരു വിമർശനവുമില്ല. ഒരു വരി പോലും ഈ 10 വർഷത്തിനിടയിൽ ഒരു ബുദ്ധിജീവി പോലും എഴുതിയിട്ടില്ല. ഒരു ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിജീവി ലിസ്റ്റിൽ ഒരു വിഭാഗം ആളുകൾ ഒരു വരി പോലും എഴുതിയിട്ടില്ല. എന്നിട്ട് അവർ താത്വികമായ അഭിപ്രായം പറയുകയാണ്. 365 ദിവസം ഉള്ളതാണ് രാഷ്ട്രീയ അഭിപ്രായം. ഈ നിയമം ഒരിക്കലും പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ നമ്മൾ കാണുന്നത്? 80 കഴിഞ്ഞ ഒരു വൃദ്ധൻ 3.5 കോടി ജനങ്ങളെ ഭയപ്പെടുത്തി കേരളം മുഴുവൻ റോബോട്ട് പോലെ നടക്കുകയാണ്. അദ്ദേഹം സ്വന്തം ഫുൾ ഫിഗറിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനത്തെയും ഒരു സംസ്ഥാനത്തെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വിമർശകരെ കള്ളക്കേസിൽ പെടുത്തിയിട്ടായാലും ജയിൽ അടച്ചുകൊണ്ടിരിക്കുന്നു, അടയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഖജനാവിലേക്കൊന്ന് കടന്നാൽ ആ ഖജനാവ് ഉപയോഗിച്ച് അദ്ദേഹം എന്തെല്ലാം നീചമായ ധൂർത്തുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
250 കോടി രൂപ കിഫ്ബിയും ഈ പബ്ലിക് റിലേഷൻസ് വകുപ്പും കൂടി എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ശബ്ദം എന്നതിന് വേണ്ടി മാത്രം ഈ ഒരൊറ്റ വർഷം ചെലവാക്കി കഴിഞ്ഞതിന് ഔദ്യോഗികമായ രേഖയുണ്ട്. സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ ചെലവ് ചെയ്ത് വേറൊരു 100 കോടി രൂപ. കേരളയിൽ നടപ്പാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി 51 കോടി 26 ലക്ഷം. കേരളീയം എന്ന പേരിൽ ഒരു പരിപാടിക്ക് 42 കോടി കഴിച്ചു. നവകേരളം എന്ന പേരിൽ ഒരു പരിപാടി, അതിന് 20 കോടി രൂപ. ആ നവകേരളത്തിന് വേണ്ടി ഒരു ആഡംബര ബസ്, ലിഫ്റ്റൊക്കെ ഉള്ള ഒരു ബസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചിലവായത് 1 കോടി 10 ലക്ഷം ഉറുപ്പിക. ലിഫ്റ്റ് എന്തിനാണ്? ഒരു പടി പോലും ഈ പിണറായി വിജയൻ ഒരു പടി കയറാൻ പറ്റുന്നില്ല ബസ്സിലേക്ക്. ആ ആളാണ് ഈ തുടർച്ചയായിട്ട് ഇവിടെ ഭരിച്ച് എന്താ പറയുക, ഈ കേരളത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടത്. അയ്യപ്പ സംഗമം നടത്താൻ 8 കോടി രൂപ. പാർട്ടി നടത്തിയ കൊലക്കേസ് അടക്കമുള്ള കേസുകൾ വാദിക്കുന്നതിന് വേണ്ടി പുറത്തുനിന്ന് അഭിഭാഷകരെ കൊണ്ടുവരാൻ 10 കോടി രൂപ. ഹെലികോപ്റ്റർ ഒരെണ്ണം മേടിച്ചിട്ടു, അതിന് പ്രതിമാസം നമ്മൾ കൊടുക്കേണ്ടത് 80 ലക്ഷമാണ്. അങ്ങനെ അത് 10 വർഷം, മൊത്തം 96 കോടി രൂപ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് 2.5 കോടി രൂപ. ക്ലിഫ് ഹൗസ് മൂടി പിടിപ്പിക്കാൻ 32 ലക്ഷം. അവിടെ തൊഴുത്ത് പണിയാൻ 42,90,000 രൂപ. സ്വിമ്മിംഗ് പൂളില്ലാതെ പറ്റില്ല. അപ്പോൾ സ്വിമ്മിംഗ് പൂള് പണിയാൻ വേണ്ടി 41,84,000 രൂപ. ക്ലിഫ് ഹൗസിൻ്റെ ഉള്ളിൽ വീട്ടിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ലിഫ്റ്റിന് വേണ്ടി 25,50,000 രൂപ. ഇതിലും ധൂർത്തടിച്ച ഒരു ധൂർത്തനായ ഒരു ഏകാധിപതി വേറെ ആരാണുള്ളത് കേരളത്തിൽ? ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരു വോട്ടാണ്. ശ്രീ പിണറായി വിജയനും എനിക്കും നാട്ടുകാർക്കൊക്കെ ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. ഈ വോട്ടർമാരൊക്കെ അദ്ദേഹത്തിന് സമ്മതിദാനാവകാശം കൊടുത്തിട്ടുള്ളത് തോന്നിവാസം നടപ്പാക്കാൻ വേണ്ടിയല്ല. നമ്മളാരും ഇതുപോലെ ധൂർത്ത് ചെയ്യുന്നതിന് വേണ്ടി പിണറായി വിജയനെ ഖജനാവ് ഏൽപ്പിച്ചിട്ടില്ല. ഏകാധിപതിയാകാനല്ല, അങ്ങനെ ആകാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഈ പിണറായി വിജയനില്ല. അപ്പോൾ ജനാധിപത്യം എന്ന ട്രാക്ക് മാറിപ്പോയ ഈ ഏകാധിപതിയെ താഴെ ഇറക്കി ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നടക്കുന്ന പ്രക്ഷോഭത്തോടൊപ്പം നിൽക്കുക എന്നത് എത്ര അഭിമാനകരമായ ഒരു കാര്യമാണ്. മിണ്ടാതിരുന്ന് ഏകാധിപതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് പുരോഗമനവും അതിനെതിരെ പ്രതിഷേധിക്കുന്നത് മോശവും ആകുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഒരു മോശം പ്രവൃത്തിയാണ് അത് എങ്കിൽ ആ മോശം പ്രവൃത്തിയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് UDFും കോൺഗ്രസുമാണ്. കാരണം ഞങ്ങൾ വിമർശിക്കുന്നത് കൊണ്ടൊന്നും ഈ ഏകാധിപതിയെ താഴെ ഇറക്കാൻ പറ്റില്ല. ഏകാധിപതിയെ കാലുവാരി നിലത്തടിക്കുന്ന പ്രക്രിയയാണ് ഈ ജനാധിപത്യം. അതിന് MLAമാർ ജയിച്ച് കയറണം. MLAമാരാകാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് UDF ആണ്. അവരാണ് ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടത്. അവരെ വിജയിപ്പിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ പൊതുസമൂഹത്തിന് കഴിയൂ. അത് തന്നെയാണ് ഏപ്രിൽ 9 നടക്കാൻ പോകുന്നതും മെയ് 4 വോട്ടെണ്ണുമ്പോൾ നമ്മൾ അറിയാൻ പോകുന്നതും. 10 കൊല്ലം നിശബ്ദത പാലിക്കേണ്ടി വന്ന ബുദ്ധിജീവികൾക്കും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിമർശനങ്ങൾ ഉണ്ടായിരിക്കും. ഏകാധിപതിയെ പേടിച്ചായിരിക്കാം അവർ ഇതുവരെ മിണ്ടാതിരുന്നത്. നമ്മളൊന്ന് ആലോചിക്കണം. 10 കൊല്ലം ഒരു ഭരണാധികാരിയെ പറ്റി ഒരു അക്ഷരം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം കഴിയുന്ന കാര്യമില്ല. എത്രമാത്രം മാനസിക സമ്മർദ്ദം അവർ അനുഭവിച്ചിരിക്കും എന്ന് നമ്മൾ ഓർമ്മിക്കണം. അങ്ങനെ നോക്കുമ്പോൾ മെയ് 4 പ്രഭാതം കുലംകുത്തികളുടേത് മാത്രമല്ല, തീർച്ചയായും ഈ ബുദ്ധിജീവികളുടെയും കൂടിയാണ്. അവർക്ക് നാവ് തിരിച്ചു കിട്ടുന്ന ദിവസമായിരിക്കും അത്. ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നിലവാരമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പുതിയ തലമുറ നമ്മളെക്കാളൊക്കെ എത്രയോ സ്റ്റാൻഡേർഡാണ്. അവർക്ക് നാഗരികനായ, അവരുടെ നിലവാരമുള്ള, അവർക്ക് അടുത്തേക്ക് ചെല്ലാൻ തോന്നുന്ന, ഭയം തോന്നാത്ത, ഫ്രണ്ട്ഷിപ്പ് മൂടുള്ള ഒരു മുഖ്യമന്ത്രിയെ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതെൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ്. എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾ എന്ന നിലയിൽ ഇതെനിക്ക് പറഞ്ഞേ പറ്റൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.